ഗൈസ്, അസ്സലാമലൈക്കും. കണ്ട ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. കണ്ട ഇപ്പോഴെങ്കിൽ ഞാൻ മക്കളൊന്നും ഇല്ല. മക്കളെ സ്കൂളിൽ പോയി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ എന്താ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കും. ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ഒരാൾക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടായിരിക്കും, ഒരാൾക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ടായിരിക്കും. അങ്ങനെ പല പല കഴിവുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോഴും നല്ല കോൺഫിഡൻസും നല്ല മനോബലമുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ നമ്മൾ ജനങ്ങളുടെ മുമ്പിലെത്തിച്ച് നമ്മൾ കയ്യടി വാങ്ങുമല്ലേ. അപ്പോൾ സ്റ്റേജിലായാലും നമുക്കൊരു യൂത്ത് ഫെസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റ് വന്നാലും നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് വേണം അല്ലേ. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോവത്തില്ല. നമുക്ക് അപ്പോഴും എന്തോന്ന്, നമുക്കൊരു മനോധൈര്യവും ഒരു ഒന്നുമില്ലാതെ ജനങ്ങൾ അവരെന്ത് പറയും, ഇവരെന്ത് പറയും നമ്മളെപ്പറ്റി, നമ്മളത് ചെയ്താൽ അവർ കൊള്ളാമെന്ന് പറയൂ എന്നൊക്കെ ഉള്ള പേടിയും ഒക്കെ കാണും. ആ ഇതിൽ കൂടെയൊക്കെ കടന്നു പോയ വ്യക്തിയാണ് ഞാനും കേട്ടോ ഗൈസ്. അപ്പോഴും ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ എനിക്ക് കല്യാണം വരുന്നത്. അപ്പോൾ നമ്മൾ സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോ രീതിയിൽ നമ്മളെ എത്തിക്കുന്നത്. എനിക്ക് +2 കഴിഞ്ഞ് എനിക്ക് 2 സബ്ജക്റ്റ് പോയായിരുന്നു ഗൈസ്. അപ്പോൾ അതോടെ പിന്നെ കല്യാണം വന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ജീവിതമൊന്നും ഇതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഗൈസ്. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറ്റുള്ളൂ ഗൈസ്. ഒരു ചോക്ലേറ്റ് വാങ്ങണമെങ്കിലും നമുക്ക് നമ്മളെ കയ്യിൽ പൈസ വേണം. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത് എൻ്റെ മക്കൾക്ക് ഒരു മുട്ടായാലും നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ നമ്മളെ കഴിവുകളെ നമ്മൾ കുഴിച്ചു മൂടാതെ നമ്മളത് പരമാവധി നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ കൂടുതലും മിക്കവാറും എല്ലാ വീടുകളിലും ഫോണ് കാണും അല്ലേ ഗൈസ്. പാവപ്പെട്ടവരുടെ വീട്ടിലും പണക്കാരൻ്റെ വീട്ടിലും ഏത് വീട്ടിലായാലും നമുക്ക് ഒരു ഫോൺ കാണുമല്ലോ കയ്യിൽ. അപ്പോഴും നമ്മൾ അത് പരമാവധി നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പാട്ട് പാടാനായാലും ഡാൻസ് കളിക്കാനായാലും നമുക്ക് എന്തെങ്കിലും പടം വരയ്ക്കാനായാലും എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് പരമാവധി മുമ്പോട്ട് കൊണ്ടുവരിക. അങ്ങനെയുള്ളവരെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അത് മോശമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് അങ്ങനെ കളയാതെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് പരമാവധി അവരെ മുമ്പോട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ +2 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിൽ കയറാൻ വരെ മടിയാണ് കേട്ടോ ഗൈസ്. പാട്ട് പാടാൻ ഞാൻ ഒപ്പനയ്ക്കൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. ഒപ്പനയിൽ സ്റ്റേജിൽ കയറിയൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പാട്ട് പാടുകയൊക്കെ ചെയ്യും. 2nd, 1st കിട്ടിയിട്ടുണ്ട്. എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പടം വരയ്ക്കുമെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിലൊക്കെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ വരയ്ക്കുമായിരുന്നു. അങ്ങനെ പടമൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പോയ കുട്ടിക്കാലമാണ് അത്. ഒരിത് കേട്ടോ ഗൈസ്. നമ്മൾ
വളർന്നു കഴിയുമ്പോൾ ഉള്ളതുപോലെയല്ല. നമ്മൾ ചെറുതായിട്ടുള്ള നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അപ്പോൾ ഒന്ന് തിരിച്ച് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോന്നാ, നമ്മൾ പരമാവധി നമ്മളെ കഴിവുകൾ നമ്മളെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവരിക. അവരെന്തൊരു പറയും ഇവരെന്തൊരു പറയും ആലോചിക്കാതെ കഴിവുകൾ പരമാവധി നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ നോക്കുക ഗൈസ്. അപ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നമ്മൾ പാട്ട് പാടിയാൽ ഇവർ കൊള്ളാമെന്ന് പറയുമോ, അവരെന്തൊരു പറയും ഇവരെന്തൊരു പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ പക്ഷേ ആദ്യം ആരെന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ഉടനെ കരയും കേട്ടോ ഗൈസ്. കരയെന്ന് വെച്ചാൽ ഞാൻ ഒന്നും തിരിച്ച് പറയത്തില്ല. അങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഗൈസ്. ആരെന്തെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാൽ ഞാൻ മൂന്നായിട്ട് പറയും. അങ്ങനത്തെ ലെവലിൽ ഞാൻ മാറി ഗൈസ്. നമ്മൾ നല്ലത് പറയുന്നവരെ നല്ല സ്ഥാനത്ത് നിർത്തണം, മോശം പറയുന്നവരെ മോശം സ്ഥാനത്ത് നിർത്തണമൊക്കെ ഞാൻ പഠിച്ചു ഗൈസ്. നമ്മളെടുത്ത് നല്ലത് പറഞ്ഞിട്ടും മറ്റൊരു വീട്ടിൽ പോയി മോശം പറയുന്ന വ്യക്തിയാണ് അത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ ലെവലിൽ നിർത്തണം, അവഗണിച്ച് കളയണം, അതെല്ലാം ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിലൂടെ അതെല്ലാം ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഗൈസ്. അപ്പോഴും എന്തോന്നാ, എൻ്റെ നമ്മളെ മോശമായിട്ട് പറയുന്നവരെ, നമ്മൾ ചതിക്കുന്നവരെ നമ്മളെ മാറ്റി നിർത്താനും അതെല്ലാം ഞാൻ പഠിച്ചു ഗൈസ്. അപ്പോഴും ഇത് നമ്മളെ ജീവിത സാഹചര്യങ്ങളാണ് അതൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴും എന്തോന്നാ, മോട്ടിവേഷൻ വീഡിയോ അത് ഞാൻ ഇട്ടിട്ട് ഞാൻ ഇതിനെ തന്നെ ഞാൻ അങ്ങനെ മാറ്റി. അപ്പോൾ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ പരമാവധി അത് പുറത്ത് കൊണ്ടുവരാൻ നോക്കുക. മനസ്സിൽ തന്നെ കുഴിച്ച് മൂടാതിരിക്കുക. പരമാവധി കഴിവുകൾ, എന്ത് കഴിവായിക്കോട്ടെ, പടം വരയ്ക്കാൻ കഴിവായിക്കോട്ടെ, പാട്ട് പാടാൻ കഴിവായിക്കോട്ടെ, എന്ത് കഴിവായിക്കോട്ടെ, അത് മനസ്സിൽ ഒളിപ്പിക്കാതെ, മനസ്സിൽ കുഴിച്ച് മൂടാതെ, നമുക്ക് കല്യാണം കഴിഞ്ഞ് നമുക്ക് 2 മക്കളായി, നമുക്ക് ആ സ്വപ്നങ്ങൾ ഇനി ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് 2 മക്കളെ ഉമ്മ തന്നെയാണ് ഞാൻ. ഒരു മോള് പോയി, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെയുള്ള ഞാൻ തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ സ്റ്റെപ്പിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ പോയിട്ടിരുന്ന ഞാൻ തന്നെ. അപ്പോൾ ഞാൻ എന്നെ തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ പാട്ട് പാടുന്നു, ഞാൻ പാട്ട് എങ്ങനെ ഞാൻ ജനങ്ങളുടെ മുമ്പിലെത്തിക്കും, എങ്ങനെ എൻ്റെ കഴിവിനെ എങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സ്റ്റാർ മേക്കർ എന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത്. എന്തോന്നാ, ഒരു എറുമ്പ് കൈ കൂടെ പോകുന്നു, അത് ഞാൻ ഊതി വിട്ടതാണ്. എന്തോന്നാ, ഇത് സ്റ്റാർ മേക്കർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടി. ഞാൻ സനൂഫ ഷഹാന ഡൗൺലോഡ് ചെയ്ത് എന്തോന്നാ സ്റ്റാർ മേക്കർ എടുത്തിട്ട് സനൂഫ ഷഹാന എന്ന് പറഞ്ഞിട്ട് എടുത്തടിച്ച് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതിലെനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നു. കഴിവുള്ള കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നല്ല പാടാൻ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. എന്തോന്നാ, കൊള്ളാം കേട്ടോ, മെസ്സേജ് നിങ്ങൾ പാടുന്ന കൊള്ളാം, നല്ല സൗണ്ടാണ്, നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ നമ്മൾ ഇതിൽ വരുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് അങ്ങനെയാണ്. ഞാൻ സ്റ്റാർ മേക്കറിൽ ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. എന്തോന്നാ, ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ കടന്നു വന്നാലും ഇതുപോലത്തെ ചെറിയ വാക്കുകളായിരിക്കും നമ്മളെ ഓരോ വലിയ നിലയിലെത്തിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂട്ടി ഗൈസ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മോട്ടിവേഷൻ വീഡിയോ കൂടെ ചെയ്യും. ഞാൻ മോട്ടിവേഷൻ വീഡിയോ കൂടെ ചെയ്തപ്പോൾ ഞാൻ എന്നെ തന്നെ ഞാൻ മാറ്റി ഗൈസ്. അപ്പോൾ എന്തോന്നാ, നമുക്ക് നമ്മൾ നല്ലതെന്ന് പറയുന്ന ആരെ നമ്മൾ നല്ല കൂടെ നിർത്തണം, നല്ലതെന്ന് പറയുന്നവർ നമ്മളെ കൂടെ ആരെ നിർത്തണം, ആരെ നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തീരുമാനിക്കാൻ എനിക്ക് പറ്റി. എന്തോന്നാ, ഞാൻ എന്നെ തന്നെ ഞാൻ മാറ്റി ഗൈസ്. പരമാവധി അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ അതിനൊരു ഇത് വേണമല്ലോ, നമുക്ക് കോൺഫിഡൻസ് വേണം.
എനിക്ക് ആദ്യം സനുഫ ഷഹാൻ എന്നൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ അക്കൗണ്ട് എനിക്ക് 427 വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അത് വെച്ച് 2025 എനിക്ക് എനിക്ക് വലിയൊരു വേദനയായിരുന്നു ഗൈസ്. അത് എൻ്റെ യൂട്യൂബ് ചാനൽ പോയി. അപ്പോഴേ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇരിക്കുമ്പോഴാണ് ഞാൻ പുതിയൊരു നമ്പർ എടുത്ത് പുതിയൊരു അക്കൗണ്ട് ഞാൻ തുടങ്ങി, സനുഫ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഇതിലാണിപ്പോൾ. കുറച്ചേ ആയുള്ളൂ. ഞാൻ വീഡിയോസ് ഇടുന്ന് വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇതേ എനിക്കായുള്ളൂ. ഇപ്പോഴും നമുക്ക് അത് തുടങ്ങണമെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണം. അപ്പോൾ FBയിലും ഉണ്ട് അക്കൗണ്ട്. അങ്ങനെ അത് നമുക്കൊരിത് വേണം. നമ്മളെ കഴിവുകളെ പരമാവധി നമ്മൾ പുറത്ത് കൊണ്ടുവരിക. നമ്മളെ മനസ്സിൽ തന്നെ കുഴിച്ച് മൂടാതെ നമ്മൾ പരമാവധി നമ്മളെ കഴിവുകളെ പുറത്ത് കൊണ്ടുവരിക ഗൈസ്. കറണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇത് ആളുകൾ നല്ലത് പറയും, മോശം പറയും. നല്ല വീഡിയോ ആണെങ്കിൽ നല്ലത് പറയും, മോശമാണെങ്കിൽ മോശം. അങ്ങനെ ഇത് നല്ലത് പറയുന്നവരും ഉണ്ടാവും, മോശം പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഇങ്ങനെ കഴിവുകൾ ഉള്ള കുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നമുക്ക് ചെയ്യേണ്ടത് പരമാവധി കോൺഫിഡൻസോടെ മുന്നോട്ട് വരിക. അപ്പോൾ സ്വപ്നങ്ങളും നമുക്ക് മനസ്സിൽ കുഴിച്ച് മൂടാതെ എന്ത് കഴിവുകളായാലും, പടം വരയ്ക്കാനായാലും, പാട്ട് പാടാനായാലും, ഡാൻസ് കളിക്കാനായാലും, ആങ്കറിങ് ആയാലും, എന്ത് കഴിവുകളായാലും നമ്മളത് ജനങ്ങളുടെ മുമ്പിലെത്തിച്ച് നമ്മൾ കോൺഫിഡൻസായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുവരിക. ഓക്കെ ഗൈസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതൊന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ഈ ലെവലിലൊക്കെ ഞാൻ ഇത് പേടിയും ഭയവും എല്ലാം ഒരു രീതിയിലൊക്കെ കടന്നു വന്ന ഞാനാണിപ്പോൾ നല്ല ഇതായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു ഇത് വേണമല്ലോ. അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പേടി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കരയും. അങ്ങനത്തെ ലെവലിലൊക്കെ പോയിട്ടിരുന്ന് ഞാൻ ഇപ്പോൾ ഈ ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ കഴിവുകൾ നമ്മൾ പരമാവധി നമ്മൾ മനസ്സിൽ ഒളിപ്പിക്കാതെ, കുഴിച്ച് മൂടാതെ, കല്യാണം കഴിഞ്ഞ് മക്കളായി, കുട്ടികളായി അങ്ങനെയൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കഴിവുകൾ കാണും. അപ്പോൾ അതൊക്കെ പരമാവധി നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരിക ഗൈസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത്രയേ ഉള്ളൂ. അതൊന്നും നിങ്ങളടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അത് പാട്ടായാലും എന്തൊരു വീഡിയോ ആയാലും നമ്മൾ ആദ്യം തന്നെ നമുക്ക് ജയം ഉണ്ടാവില്ല. ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ആരും സപ്പോർട്ട് ചെയ്യൊന്നുമില്ല. നമ്മൾ ചെയ്ത് നമ്മൾ ആൾക്കാർ അറിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഇതാവുള്ളൂ. അപ്പോഴാദ്യം തന്നെ നമ്മൾ തോൽവി ഉണ്ടായിട്ടല്ലേ നമുക്ക് ജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി നമ്മളെ കഴിവുകളും മുമ്പോട്ട് കൊണ്ടുവരിക, ജനങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരിക ഗൈസ്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ബൈ. അവിടെ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ എൻ്റെ മക്കളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാഹചര്യമൊക്കെ പറയുന്നത് കേട്ടോ ഗൈസ്. വേറെ ഒന്നുമില്ല. ബൈ ഗൈസ്. ബൈ.